എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി എങ്ങനെ റിവേഴ്സ് എടുക്കാമെന്നാണ്. റിവേഴ്സ് കയറ്റമായി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണം. ഇപ്പോൾ ഞാൻ ഇതാ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്, കണ്ടില്ല നിങ്ങൾ. ഇത് ഇവിടുന്ന് വണ്ടി എടുക്കണം, എടുത്തിട്ട് ഇതാ ഇങ്ങനെ റിവേഴ്സ് ഇങ്ങനെ കയറ്റം കയറി ഇത് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റിവേഴ്സ് കയറ്റമായി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എങ്ങനെയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുക. ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും. സംഭവം വളരെ ഈസിയാണ്. നിങ്ങൾ അധികം ടെൻഷനൊന്നും തലയിൽ വെക്കേണ്ട, വളരെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വണ്ടി ഇതാ ഇവിടെയാണ് ഇപ്പം ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്. ടെമ്പററി ആയിട്ട് നിർത്തിയാണ്. ഇവിടെയൊക്കെ നിർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിർത്തുമ്പം താഴെ വലിയ കുഴിയാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് അധികം പോകരുത്. കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് വണ്ടി അധികം പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം കറക്റ്റ് നോക്കിയിട്ട് നിർത്താം. പിന്നെ ഈ ഒരു റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ വേറൊരു വണ്ടിക്ക് വരാൻ പറ്റണം. അപ്പോൾ കുറച്ചിങ്ങനെ കയറ്റി നിർത്തി, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുക്കണം. എങ്ങനെയായിരിക്കും എടുക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ വരുന്നില്ല എങ്ങനെയായിരിക്കണം എടുക്കേണ്ടതെന്ന്. ഞാൻ റിവേഴ്സ് തന്നെ പോകാൻ പോവുകയാണ്, ഇവിടുന്ന് തിരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വണ്ടി ബാക്കിലേക്ക് എടുക്കും. ബാക്കിലേക്ക് എടുക്കുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും തിരിക്കുക? റൈറ്റിലേക്കായിരിക്കും തിരിക്കുക, അല്ലേ. റൈറ്റിലേക്ക് തിരിച്ച് ഇങ്ങനെ പതിയെ ബാക്കിലേക്ക് വരും വണ്ടി. കുറച്ചൊന്ന് റൈറ്റിലേക്ക് തിരിച്ച് പതിയെ ബാക്കിലേക്ക് വരും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോളൂ ബാക്കി. ഞാനിപ്പോൾ വണ്ടിയുടെ അകത്ത് കയറാൻ പോവുകയാണ്. വണ്ടിയുടെ അകത്ത് കയറുന്നു. വണ്ടിയുടെ അകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. 2 സ്റ്റെപ്പ് തിരിച്ചു, കുറച്ച് വെയിറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ വീഡിയോ കണ്ടാൽ പോരാ, നിങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കുക. ഞാൻ ഗ്ലാസ് താഴ്ത്തുകയാണ് കുറച്ച് സമയത്തേക്ക്. നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. താഴ്ത്തിയിട്ട് ഫ്രഷ് എയറൊക്കെ അകത്തേക്ക് കയറിയതിന് ശേഷം പിന്നീട് നമുക്ക് AC ഒക്കെ ഓൺ ചെയ്തിട്ട് പോകാം. അതാണ് ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം എന്താണ്? ഗിയർ റിവേഴ്സ് ഗിയർ ആക്കുകയാണ്. റിവേഴ്സ് ഗിയർ ആക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇത്ര കാര്യം നമ്മൾ ആദ്യം ചെയ്തു. അതിനുശേഷം പിന്നീട് എന്താ ചെയ്യുന്നത്? പതിയെ ബ്രേക്കിൽ നിന്ന് കാല് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ക്ലച്ച് ഹാഫ് ക്ലച്ച് ആക്കുന്നു. അതാണ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്ലച്ചിൽ നിന്ന് പതിയെ കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ബാക്കിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ശ്രദ്ധിക്കുന്നു? ആ സമയത്ത് ഞാൻ ബാക്ക് ശ്രദ്ധിക്കുന്നു. സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് തിരിക്കുന്നത്? സ്റ്റിയറിംഗ് കുറച്ചൊന്ന് റൈറ്റിലേക്ക് തിരിക്കുന്നുണ്ട്. തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുന്നു. ഇതാ ഇവിടെ എത്തുമ്പോൾ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചിട്ട് ഈ ഒരു മിറർ നോക്കുന്നു. റോഡിലേക്ക് കറക്റ്റ് ആയോ? ഓക്കെ. ഇപ്പോൾ റോഡിലേക്ക് കറക്റ്റ് കയറിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ, ഇതാ ടയർ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇതാ ഈ ഒരു മിററിൽ നോക്കി കഴിയുമ്പോൾ അതെനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് ഞാൻ എന്ത് ചെയ്യണം? പിന്നീട് ഞാൻ ഇതാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുകയാണ് വേണ്ടത്. ഇതാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു. ഇതാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നു. നോക്കി നിങ്ങൾ, സ്റ്റിയറിംഗ് ഇപ്പോൾ ഞാൻ ഏകദേശം ഇതാ സ്റ്റഡി ആക്കിയിട്ടുണ്ട്. സ്റ്റഡി ആക്കിയിട്ട് ബാക്കിലേക്ക് എടുക്കുന്നു. ഇനി ഇതാ കുറച്ചൊന്ന് റൈറ്റിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട്, കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതാ ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ഏകദേശം റോഡിലേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മിററിലൂടെയും ഒരേപോലെയാണ് കാണുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഹാഫ് ക്ലച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഫ് ക്ലച്ചിൽ വണ്ടി ഇതാ പതിയെ പോകുന്നു. ഹാഫ് ക്ലച്ച് ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നുണ്ട്. ക്ലച്ചിൽ നിന്ന് ഫുള്ളായിട്ട് കാല് റിലീസ് ചെയ്തിട്ടില്ല. ഒരു ഹാഫ് ക്ലച്ച് തന്നെയാണ് വണ്ടി ഉള്ളത്. ചെറുതായിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്യുന്നതേ ഉള്ളൂ, ഫുള്ളായിട്ട് റിലീസ് ചെയ്തില്ല. ചെറിയൊരു ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട്, കണ്ടില്ല. വണ്ടി നിന്ന് പോകാത്ത രീതിയിൽ പതിയെ ആക്സിലറേറ്റർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് കാല് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, നിങ്ങളത് ശ്രദ്ധിക്കണം. പതിയെ കൊണ്ടുപോകുന്നു. ഇനി ഇതാ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഇതാ ഒരു ഹോൺ ഇവിടെ കൊടുത്തു. ശ്രദ്ധിച്ച് കയറണം. ബാക്കിൽ നിന്ന് വണ്ടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പതിയെ കയറണം. ഇവിടുന്ന് എൻ്റെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ബാക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇപ്പോഴും ഹാഫ് ക്ലച്ച് തന്നെയാണ് ഉള്ളത്. ഞാൻ ഇത് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുന്നു. നോക്കുക നിങ്ങൾ, സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ വണ്ടി എടുക്കുന്നു. ഈ ഒരു സൈഡും കൂടെ നോക്കണം, അധികം തിരിക്കാൻ പാടില്ല. കുറച്ച് തിരിച്ചിട്ട് ഞാൻ ഇത് വണ്ടി എടുത്തു. കണ്ടില്ലേ, നോക്കിയേ, പതിയെ തിരിച്ച് വണ്ടി എടുത്തു. ഇത് റോഡിലേക്ക് പതിയെ കയറി, കണ്ടില്ലേ. ഇത് റോഡിലേക്ക് കയറി നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് റോഡിലേക്ക് കയറി. ഞാൻ എന്ത് ചെയ്യുന്നത്? ഇനി സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് നേരെ മുമ്പിലേക്ക് എടുക്കാനാണ് പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കണം. മുമ്പിലേക്കല്ല എടുക്കേണ്ടത്. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് വണ്ടി ഇങ്ങനെ മുന്നിലേക്ക് എടുക്കുന്നു. നോക്കി നിങ്ങൾ, നമ്മളിപ്പോൾ ആ ഒരു റിവേഴ്സ് വന്ന് കയറ്റം കയറി ഇങ്ങനെ മുമ്പിലേക്ക് എടുത്തു. അപ്പോൾ
അപ്പം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് എടുക്കാൻ കുറച്ച് പാടുണ്ടാവും, പക്ഷേ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലച്ച് കംപ്ലീറ്റ് റിലീസ് ആക്കിയിട്ടും എടുക്കാം. എന്നാലും ക്ലച്ചിൽ കാല് വെച്ചോളൂ, ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റിവേഴ്സ് എടുക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ പിന്നെ ക്ലച്ചിൽ കാല് വെച്ചിരുന്നു എടുക്കുമ്പോൾ, അല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് ഞാൻ എപ്പോഴെങ്കിലും വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. തീരെ ക്ലച്ച് ചവിട്ടാതെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെയ്യാം. വണ്ടി നിന്ന് പോവാത്ത രീതിയിൽ പോയാൽ മതി. വണ്ടി നിർത്തരുത്, നിർത്താതെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിർത്തിയാണ് എടുത്തത്. പിന്നെ വളരെ സ്ലോ ആക്കി നിർത്തി, ചില സ്ഥലത്തൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലച്ചിൽ കാല് വെച്ചെടുത്തു. അല്ലാതെയും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലച്ചിൽ നിന്ന് കാല് എടുക്കണ്ട ആദ്യം, ചിലപ്പോൾ നിങ്ങൾക്ക് കയറ്റം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ക്ലച്ച് കുറച്ച് ചവിട്ടിക്കൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.